ഹലോ ഗെയ്സ്, നമ്മുടെ നിവിൻ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ, വാ കണ്ടുപോകും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിലവിളക്ക് വള്ളത്തിനെ കുറിച്ചാണ്. വള്ളത്തിലെ മീൻപിടുത്തവും കാഴ്ചകളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കുന്നത്. അപ്പം സമയം രാവിലെ 7:30 ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല ഉറക്കമാണ്. വലയൊന്നും അടിച്ചിട്ടില്ല. ഞാൻ ഭയങ്കര ആകാംക്ഷയിലാണ്. അപ്പോൾ നമ്മൾ വള്ളം ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. കാര്യം ഒരുപാട് വള്ളങ്ങളൊക്കെ വലയടിക്കുന്നുണ്ട്. പക്ഷേ ഏത് ഭാഗത്തെ മീനുകളെന്ന് നമുക്കറിയത്തില്ല. നമ്മുടെ ക്യാമറയിൽ കണ്ടും നമ്മുടെ കൂട്ടുവള്ളങ്ങളൊക്കെ ഉണ്ട്, അവരൊക്കെ വിളിച്ച് പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ പോയി വലയടിക്കുന്നത്. അപ്പോൾ ഇത് നിലവിളക്ക് വള്ളത്തിൻ്റെ ക്യാരിയറാണ്. ഇതിലാണ് മീൻ കിട്ടുമ്പോൾ നമ്മൾ ഹാർബറിൽ കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്താ മെസ്സേജ് വന്നിട്ടുണ്ട്, ഇന്നടുത്ത് മീനുണ്ട്. അപ്പോൾ നമ്മൾ വള്ളം സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ്. എല്ലാ വള്ളങ്ങളും നമ്മൾ മുന്നോട്ടോട്ട് തന്നെയാണ് വെച്ച് വിട്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര കോള് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു മഴ പ്രതീക്ഷിക്കാം. പ്രതീക്ഷിച്ച പോലെ തന്നെ ചെറുതായിട്ട് മഴ പൊടിക്കാൻ തുടങ്ങി. നമ്മൾ കരയിലെ മഴ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, കടലിലോട്ട് ഇതുവരെ കണ്ടിട്ടുമില്ല, പോയിട്ടില്ല, ആദ്യമായിട്ടാണ്. അപ്പോൾ നല്ല മഴക്കോളുണ്ട്, നല്ല മഴക്കോളും. കടലിൻ്റെ ലക്ഷണമൊക്കെ മാറിയിരിക്കുകയാണ്. കാര്യം എനിക്ക് ആദ്യമായിട്ടാകുമ്പോൾ ഒന്ന് പേടിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പേ നല്ല മഴ പെയ്ത്. മഴയെന്ന് വെച്ചാൽ സൂപ്പർ മഴ. കാര്യം നമ്മൾ ഈ കരയിൽ നിന്ന് കടലിലോട്ട് നോക്കുമ്പോൾ മഴ പെയ്യുന്ന കാണുന്നു, പക്ഷേ ഇതുവരെ അടുത്ത് പോയി കണ്ടിട്ടില്ല. ഇപ്പോൾ വള്ളത്തിൽ വെച്ചപ്പോൾ കറക്റ്റായിട്ട് കണ്ട് മഴ. അപ്പം വള്ളം നല്ല രീതിയിൽ വെച്ചുവിട്ട് പോവുകയാണ്. ആരാ മുന്നേ ആദ്യം പോയി വലയടിക്കുന്ന രീതിയിൽ എന്ന് വെച്ചാൽ അവർ അടിച്ചോട്ടെ അല്ലേ, എല്ലാവർക്കും മീൻ കിട്ടണം. നമ്മുടെ ആഗ്രഹമാണ്, നമുക്ക് മാത്രമല്ല. അപ്പോൾ നമ്മുടെ ആളെല്ലാം ഭയങ്കര ആകാംക്ഷയോട് എവിടെ മീനുള്ളതെന്ന് നോക്കുക. അവരും നോട്ടക്കാരൊക്കെ ഉണ്ട്, വള്ളത്തിൻ്റെ ഫ്രണ്ടിൽ നോക്കുന്ന ഒരാളൊക്കെ ഉണ്ട്. അവരൊക്കെ ഇന്ന് എല്ലാവരും ഇങ്ങനെ സൈഡിലൊക്കെ നോക്കും. അപ്പോൾ ഒരു വള്ളത്തിലേക്ക് വലയൊക്കെ അവിടെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏകദേശം വലയടിക്കാൻ സമയമായിട്ടുണ്ടെന്ന് നമ്മൾ തോന്നുന്നുണ്ട്. കാര്യം ഇടയ്ക്കിടയ്ക്ക് വലയടിക്കുന്ന സമയത്ത് ഓരോ ഹോൺ അടിക്കും വള്ളത്തിൽ. അപ്പോൾ എല്ലാവരും വലപ്പുറത്തുനിന്നൊക്കെ മാറണം. കാര്യം ഇത്തിരി ഡേഞ്ചറായിട്ടുള്ള സംഭവമാണ് വലയടിക്കുമ്പോൾ വലപ്പുറത്തൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അതാ നമ്മുടെ വള്ളത്തിൽ ഹോൺ അടിച്ച് നമ്മുടെ ചാട്ടക്കാർ പിള്ളേർ ചുണക്കുട്ടികൾ നമ്മുടെ വള്ളത്തിൽ അവരാണ് ചാടാൻ നിൽക്കുന്നത്. പിന്നെ വലയുടെ രണ്ടറ്റവും കൊണ്ട് ഒരു വെള്ളത്തിൽ ചാടും. അവർക്ക് ഏകദേശം ചാടണമെന്നുള്ള ഹോൺ പിന്നെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ചാടാൻ പോവാണ്. അപ്പോൾ അവർ ചാടിയിട്ടുണ്ട്. ചാടിയ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് ഫോൺ കയ്യിലില്ല. അപ്പോൾ വല വിട്ടുകൊണ്ടിരിക്കുകയാണ്. ബാക്കിലത്തെ വീഡിയോ ആണ്. വലയിടുന്ന സമയത്ത് ആരും ഇവിടെ നിൽക്കാൻ പാടില്ല, നിന്ന് അതിനെ സൂക്ഷിച്ചിരിക്കുക. ഇല്ലെങ്കിൽ വളരെ അപകടം പിടിച്ചൊരു പണിയാണ്. വലയടിക്കുന്ന സമയത്ത് ആരെങ്കിലും അവിടെ ഇന്ന് ചിലപ്പോൾ നേരത്തെ വന്ന് തട്ടാനോ എന്തെങ്കിലും എന്തെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് ആരും അവിടെ നിൽക്കുന്നത് വളരെ കെയർഫുള്ളായിട്ട് വേണം അവിടെ എല്ലാവരും നിൽക്കുക. അതേപോലെ ഇപ്പോൾ ബാക്കിലത്തെ വീഡിയോ ആണ്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ആ ഫ്രണ്ടിലത്തെ വീഡിയോ ഇവിടെ കാണിച്ചിട്ടാം. വല നമ്മൾ അടുക്കി വെച്ചിരിക്കുന്ന വല എല്ലാം കംപ്ലീറ്റ് തീരണം. വല തീരുന്നിടം വരെ ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ അടിച്ച് നമ്മുടെ ക്യാരിയർ വള്ളത്തിൻ്റെ ആ ചടക്കറിയില്ലേ ആ ഭാഗത്ത് വരണം, എന്നാലേ വല റൗണ്ടിൽ കറങ്ങി വരണം. അപ്പോൾ ഇത് വല പോയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചാൽ നമ്മളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ആദ്യമായിട്ട് കാണുമെന്ന് വെച്ചാൽ ഒത്തിരി പേര് കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വല അടിക്കുന്നത് കാണുന്നത്. അപ്പോൾ നമ്മുടെ വല ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഫസ്റ്റ് ടൈം കാണുന്നതിൻ്റെ ഒരു ആകാംക്ഷ. അപ്പോൾ ഫോണെടുത്ത് വീഡിയോ എടുക്കുമ്പോൾ ആരും പറയത്തില്ല, എല്ലാവരും എന്താ പറയട്ടെ, കുഴപ്പമില്ല, എന്ത് പറയണമെന്ന് അറിയത്തില്ല. അത്രയ്ക്ക് സന്തോഷമുണ്ട് ഇത് കാണുമ്പോൾ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ വലയെ നിറച്ച് ചെമ്മീനാണ് കിട്ടിയിരിക്കുന്നത്. ഇന്നത്തെ ആ വല വീശലി എനിക്ക് തോന്നിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചാൽ ഇത്രയും മീൻ ഒരുമിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല. അപ്പോൾ വല വീശിയപ്പോൾ ഇത്രയും മീൻ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയിട്ടില്ല. പക്ഷേ നമ്മുടെ വല നിറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. ചെമ്മീൻ കിട്ടുന്ന സമയത്ത് എല്ലാവരും വല വലിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. പക്ഷേ ഞാൻ ആദ്യമായിട്ട് പോകുന്നില്ല, ഞാനും വല വലിക്കുന്നുണ്ട്. നമ്മൾ കാണുന്ന അത്ര നിസ്സാരമുള്ളൊരു പണിയല്ല. അതാണ് നമ്മുടെ കടലിലെ മക്കൾ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നവരായിരിക്കും. അവർ നല്ല രീതിയിൽ അധ്വാനിച്ചാണ് ഓരോ ദിവസം അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ അത്രയും ചെമ്മീനായിട്ട് നമുക്ക് വള്ളത്തിലൂടെ മറിക്കാൻ പറ്റുന്ന ഒരു കോരി വെച്ച് 2-3 ആൾക്കാർ മേളിൽ നിന്ന് വലിച്ച് താഴെ നിന്ന് വലിച്ച് എല്ലാം കൂടെ വലിച്ച് കയറ്റി നമ്മുടെ വള്ളത്തിലോട്ട് നിറയ്ക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഇത്രയും മീൻ വെള്ളത്തിൽ കണ്ട നമ്മുടെ മീൻ വലയിൽ കോരി നമ്മുടെ വള്ളത്തിൻ്റെ ക്യാരിയർ വള്ളത്തിൻ്റെ കള്ളിയിലോട്ട് മറിക്കുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും മീൻ കോരി എടുക്കണം വള്ളം. അപ്പോൾ ഏകദേശം വള്ളത്തിൻ്റെ 3-4 കള്ളി നിറച്ചായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വള്ളത്തിൽ ഏകദേശം 2-3 കള്ളി 4 കള്ളി കൊടുത്ത് ചെമ്മീൻ നിറച്ചിട്ടുണ്ട്. പിന്നെ അത് ചെമ്മീൻ കിടപ്പുണ്ട്, അതൊക്കെ പിന്നെ അവർ കോരി ഇട്ടുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ നമ്മൾ ആ പരിപാടിയെല്ലാം കഴിഞ്ഞാൽ നമ്മൾ ഫുഡിൻ്റെ ഭാഗത്തോട്ട് കിടക്കാൻ പോകുന്നു. ഫുഡിന് വേണ്ടിയുള്ള കറിക്ക് നമ്മുടെ അയലക്കറിയാണ്. അയലക്കറിക്ക് വേണ്ടി നമ്മൾ സവാളയെല്ലാം അരിഞ്ഞ് പച്ചക്കറിയെല്ലാം അരിഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുക. അതാണ് നമ്മുടെ ചോറ് വെന്തുകൊണ്ടിരിക്കുകയാണ്. ആണ് പാചകപ്പര. അപ്പോൾ അതേ ചോറും കറി എല്ലാം റെഡിയായി ആളെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും കഴിച്ചു. അപാര ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. നല്ല എരിവും നല്ല ഫ്രഷ് മീൻ കടലിൽ നിന്ന് കിട്ടി അതേപോലെ തന്നെ എടുത്ത് നമ്മൾ കറി വെച്ച് എന്താ പറയണ്ടേ, ഒരു അപാര ടേസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരും കഴിച്ചു. എല്ലാവരും അതിൻ്റെ ക്ഷീണത്തിൽ പറയാൻ കിടക്കുകയാണ്. ഇപ്പം നമ്മൾ കായലിലോട്ട് കയറിയിട്ടുണ്ട്. നമ്മുടെ കായലിൽ ഇനി വെള്ളം എടുക്കത്തോട്ട് ഏകദേശം ഒരു 2 മണിക്കൂറോളം നമ്മൾ യാത്ര ചെയ്യണം. അപ്പോൾ നമ്മുടെ ക്യാരിയർ വരാൻ വേണ്ടി നമ്മൾ കാത്ത് കിടക്കുക. അപ്പോൾ നമ്മുടെ വള്ളത്തിൻ്റെ അകത്തൊക്കെ ഒന്ന് കാണിച്ചത്. ഇതാണ് നമ്മുടെ എന്താ പറയുക, ഇത് വീൽ ഹൗസ്, ഇഞ്ചിനൊക്കെ ഇരിക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ സ്രാങ്ക്. നമ്മുടെ വള്ളം ഓടിക്കുന്ന സ്റ്റിയറിങ്ങും. അപ്പോൾ അതേ വള്ളമെല്ലാം കഴുകിക്കൊണ്ടിരിക്കണം. കാര്യം പണിയെല്ലാം കഴിഞ്ഞല്ലോ. ഇനി അപ്പോൾ നമ്മൾ വൃത്തിയാക്കുക വേണമല്ലോ. എല്ലാം കഴുകി എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. കാര്യം ക്ഷീണിച്ചു. കാര്യം പണിയെല്ലാം എടുത്ത് കഴിഞ്ഞപ്പോൾ നല്ല രീതി എല്ലാവരും കൊണ്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്രാങ്കിനെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ. സ്രാങ്ക്, സ്റ്റിയറിങ്, ക്യാമറ രീതിയിൽ. ഇതാണ് നമ്മുടെ ക്യാമറ. ഇതിലാണ് മീനെ കാണുന്നേക്കാം. മറ്റേ GPS ആണ്. മറ്റേ ആ കാണുന്ന ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലൊക്കെ ഒരു ക്യാമറ വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ സ്രാങ്കാണ്. സ്രാങ്ക് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചാട്ടക്കാരൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യുക. അപ്പം നമ്മുടെ അതേ മീൻ ഇവിടെ നമ്മുടെ ക്യാരിയർ വരാൻ വേണ്ടി നമ്മുടെ വള്ളം ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഷെഡുകാർ കുറേ വള്ളക്കാർ ചെമ്മീനൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ നമ്മൾ അവർക്ക് കൊണ്ട് കൊടുത്തു. വല്യഴിക്ക പാലം കണ്ട, ഇതാണ് നമ്മുടെ വല്യഴിക്ക പാലം. അങ്ങനെ നമ്മുടെ ക്യാരിയർ വന്നു. നമ്മൾ ആ ക്യാരിയറിൻ്റെ അത് കയറി നമ്മൾ കരയിലോട്ട് പോവാണ്. നമ്മുടെ വള്ളത്തിലെ എല്ലാ ആൾക്കാരും ഈ ക്യാരിയർ കയറിയിട്ടുണ്ട്. 2-3 ആൾക്കാർ കുറച്ച്, ബാക്കി എല്ലാ ആൾക്കാരും ക്യാരിയർ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഒരു നല്ലൊരു മഴക്കോള് വരുന്നുണ്ട്. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും വെച്ച് വിട്ട് വീട് പിടിക്കണം. അങ്ങനെ വള്ളത്തിൽ കയറാവുന്ന ആൾക്കാരുമായിട്ട് വെള്ളം നമ്മുടെ യാത്രയാവുകയാണ്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വരാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും പറയുക. അപ്പോൾ ഈ ക്യാരിയർ പോകുമ്പോൾ ഉള്ള കാഴ്ചയെ നല്ല അപാര കാഴ്ചയാണ്. കാര്യം ഇവിടെ നിന്ന് കാണുന്ന ഓരോ കാഴ്ചയും നമ്മുടെ മനസ്സിലങ്ങ് അപാരമായിട്ട് കൊള്ളുന്നൊരു സംഭവമാണ്. വല്യഴിക്ക പാലം. നമ്മൾ പാലത്തിൽ നിന്ന് മാത്രമേ ഇതുവരെ പാലം കണ്ടിട്ടുള്ളൂ. പക്ഷേ പാലത്തിന് വെളിയിൽ നിന്ന് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം നമ്മുടെ ഒപ്പം തന്നെ വേറൊരു കാർമൽ വള്ളത്തിലെ ക്യാരിയറും വരുന്നുണ്ട്. ഇപ്പോൾ ചീനവലയൊക്കെയാണ്. അത് ഒരു അപാര കാഴ്ച. അപ്പോൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരു മഴ വരുന്നുണ്ട്. മഴ നമ്മളെ തേടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ മഴയ്ക്ക് മുമ്പ് എങ്ങനെയെങ്കിലും വീട് പിടിക്കണം എന്നാണ് വെച്ച് വിട്ടു പോകുന്നത്. അപ്പോൾ നമ്മുടെ അണിയത്ത് ഇരുന്ന ചേട്ടൻ്റെയൊക്കെ ഒരു തൊപ്പി പറന്നുപോയി. പക്ഷെ നല്ല കാറ്റുണ്ട്. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.